നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ കൂർക്കയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവരും തന്നെ കൂർക്കയൊക്കെ നട്ടു കഴിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഇനിയും നടാത്തവരും ഉണ്ടാവുമല്ലോ. ഇനിയും നട്ടു കൊടുക്കാവുന്നതാണ്. മഴയുള്ള സമയത്ത് നമുക്ക് കൂർക്ക നട്ടു കൊടുക്കാവുന്നതാണ്. നമ്മൾ കൂർക്ക നടാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ തലപ്പുകൾ അഥവാ അതിൻ്റെ തണ്ടുകളാണ് മുറിച്ച് നടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂർക്ക കിഴങ്ങുകൾ ആദ്യം നട്ടു കൊടുക്കണം. ഇതുപോലെ ശകലം കിളിപ്പുകളൊക്കെ വന്ന കൂർക്കയുടെ കിഴങ്ങുകളാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വളർന്ന് നല്ലതുപോലെ പന്തലിച്ച് വരും. നല്ല ധാരാളം ശാഖകളുണ്ടാവും. നമുക്ക് ഒരു നടുന്നതിന് ഒരു മാസം മുന്നേ നമ്മളിത് നട്ടു കൊടുക്കേണ്ടതാണ്. എങ്കിലും നടുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിൻ്റെ തലപ്പുകൾ മുറിച്ചെടുക്കാൻ കിട്ടുകയുള്ളൂ. നമ്മൾ തലപ്പുകൾ നടുമ്പോൾ അതിൻ്റെ ഓരോ മുട്ടിലും വേരുകളുണ്ടാവും. അതിലാണ് കൂർക്ക കിഴങ്ങുകൾ പിടിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ നട്ടു കൊടുത്തിട്ട് അതിൽ നിന്ന് മുറിച്ച് നടുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നട്ട സ്ഥലങ്ങളാണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ മഴ പെയ്യുമ്പോൾ കിളുത്ത് വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഒരു മാസം മുന്നേ നട്ടേ കൊടുത്ത കിഴങ്ങുകളായിരുന്നു. അതെല്ലാം നല്ലതുപോലെ മുളച്ച് നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. ഇത് ഇഷ്ടംപോലെ അതിൻ്റെ തലപ്പുകൾ നമുക്ക് മുറിച്ചെടുക്കാൻ ഇതിൽ നിന്ന് കിട്ടും. പണ്ടൊക്കെ നമ്മൾ ഏരി വലിച്ചും പിന്നെ പണകോരിയും പിന്നെ ഇഞ്ചിക്കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നടുവായിരുന്നു. കൂർക്ക സ്ഥലമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ധാരാളം കിഴങ്ങ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു അങ്ങനെ നടുമ്പോൾ. ഇപ്പോൾ അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ നടാം, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ നട്ടു കൊടുക്കും. എവിടെ വേണേലും ഇത് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ തലപ്പുകളാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. നല്ല കരുത്തുള്ള തലപ്പുകൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് മുറിച്ചെടുക്കണം. ഒരു 3-4 മുട്ടെങ്കിലും ഉള്ള തളിപ്പുകൾ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ കൂടുതൽ വേരുകൾ കൂടുതൽ കിഴങ്ങുകൾ അതിൽ നമുക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറേ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് കൊടുത്താൽ അതൊരു മാസം കൊണ്ട് തന്നെ അത് നിറഞ്ഞു വരും. അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു ഗ്രോ ബാഗിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി. ഒരു മാസം ആകുമ്പോഴേനും അതൊരു 4 ഗ്രോ ബാഗിൽ നടാനുള്ള തൈകൾ നമുക്ക് അതിൽ നിന്ന് മുറിച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ കൂർക്ക നമ്മളിങ്ങനെ എല്ലാ മാസവും നമുക്ക് നട്ട് കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കൂർക്ക നമ്മൾ ഓരോ മാസവും നമുക്ക് വിളവെടുക്കാനും സാധിക്കും. ഇപ്പോൾ ഗ്രോ ബാഗിലാണോ ചട്ടിയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കിത്, മണ്ണിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇത് നട്ട് കൊടുക്കാവുന്നതാണ്. എവിടെ വെച്ചാലും അതുണ്ടാകും. കാണാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഗ്രോ ബാഗാണിത്. നല്ല വലിപ്പമുള്ളൊരു ഗ്രോ ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ഹോൾസൊക്കെ ഉണ്ട്. ഹോൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഇത് പഴയതാണ്, 2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തതാണ്. വേറെ കൃഷിയൊക്കെ ചെയ്ത ഗ്രോ ബാഗാണ്. പക്ഷെ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, അതിന് ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലോട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഓലയുടെ ഇതാണ്, ഉണങ്ങിയ തെങ്ങിൻ്റെ ഓലയാണിത്. ഇത് കരിയിലയ്ക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് വളമായിട്ട് ഇത് കമ്പോസ്റ്റായിട്ട് മാറും ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട്. പിന്നെ വെള്ളം മാർന്നു പോകാനൊക്കെ നല്ലതാണ്. ഇത് വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കും. അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിൻ്റെ ഇല ചേർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കൂർക്കക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങുകൾക്കൊക്കെ ഈ നിമാവിരയുടെ ഒരു ശല്യം ഉണ്ടാവാറുണ്ട്. നിമാവിര പിടിച്ചാൽ അത് കിഴങ്ങുകളിങ്ങനെ മുളച്ചൊക്കെ വരികയൊക്കെ ചെയ്യും. അതിൻ്റെ വേരുകൾക്കൊക്കെ മുഴകൾ വരുന്ന ഒരു അസുഖമാണ് അത്. അത് വന്നാൽ പിന്നെ നമുക്ക് ആ കിഴങ്ങുകൾ ഉപയോഗിക്കാനൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ഒന്നുകിൽ വേപ്പിൻ്റെ ഇല ഇടുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഇടുക, അല്ലെങ്കിൽ ശീമക്കൊന്നയുടെ ഇല. ഇത് ഏതിട്ടാലും നല്ലതാണ്. അങ്ങനത്തെ ഇല കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന പോട്ടി മിക്സാണ്. വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, മണ്ണും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതാണിത്. ഇത് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂർക്ക നടുമ്പോൾ നമ്മൾ ഒരുപാട് മണ്ണ് ചേർത്തില്ലെങ്കിലും പിന്നീട് നമ്മൾ അതിൻ്റെ വേര് വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം. മണ്ണിലാണ് നടുന്നെങ്കിലും അങ്ങനെ ചെയ്യണം. തണ്ട് വളരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് വളവും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇത്രയും മണ്ണാണ് ഇട്ട് കൊടുക്കുന്നതിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ കൂർക്കത്തലപ്പുകൾ നട്ട് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ 2 തലപ്പുകൾ വീതം നമുക്കിതുപോലെ നട്ട് കൊടുക്കാം. കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇതിൻ്റെ 2-3 നോഡുകൾ ഇങ്ങനെ മൂടുന്നിടം വരെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ഇത് നമുക്ക് നേരെ നടാം, നാട്ടിയിട്ട് നടാം, അല്ലെങ്കിൽ നമുക്ക് ചെരിച്ചിട്ട് നടാം. എങ്ങനെ വേണമെങ്കിലും നടാം. ഇങ്ങനെ നടാം,
അതിലും കൂടുതൽ വിത്ത് പിടിക്കാൻ നല്ലത് ഇങ്ങനെ ചെരിച്ച് നടുന്നതാണ്. അപ്പോൾ കുറേ കൂടുതൽ തണ്ടുകൾ മണ്ണിനടിയിലേക്ക് ആദ്യം തന്നെ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ നട്ടു കൊടുക്കാം. ഇത് 1 മാസം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ പടർന്ന് നിറയുന്നതായിരിക്കും ഇതിൽ. അപ്പോൾ നമുക്ക് 1 മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇതുപോലെ കട്ടിങ്സ് മുറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ഗ്രോ ബാഗുകളിൽ ഇങ്ങനെ നട്ടു കൊടുക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നട്ടുണ്ടാക്കാവുന്നതാണ്. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം ഇതുപോലെ. പിന്നീട് ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഇതിന് ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിന് എന്തിട്ട് കൊടുത്താലും നമ്മളിതിന് മണ്ണ് കയറ്റി കൊടുക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മണ്ണ് അതിൻ്റെ തണ്ടിന് മണ്ണിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ധാരാളം കിഴങ്ങുകൾ നമുക്ക് ഉണ്ടായി കിട്ടുകയുള്ളൂ ഇതിൽ. അപ്പോൾ ഓരോ 10-15 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ ഗ്രോ ബാഗിൽ നടുന്നതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. വളം ചേർത്ത് കൊടുത്ത് മണ്ണും കയറ്റി കൊടുക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. നല്ലതുപോലെ കൂർക്ക കിഴങ്ങ് നമുക്ക് കിട്ടുന്നതായിരിക്കും 6 മാസം ആകുമ്പോഴേനും. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ.